പഴയ സിംഹങ്ങളെയൊക്കെ തേടി നടക്കുകയാണ് ഇപ്പോൾ സ്റ്റാൻലിൻ. അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ കമലഹാസനെയും അതുപോലെ തന്നെ വർഷങ്ങളായി രാഷ്ട്രീയത്തിലുള്ള തൻ്റെ സഹോദരനായിട്ടുള്ള അഴഗിരിയെയും ഈ ഒരു പ്രസ്ഥാനത്തിലോട്ട് ഇപ്പോൾ സ്റ്റാൻലിൻ ആകർഷിച്ചു കഴിഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇതെല്ലാം ഇലക്ഷനിൽ വിജയെയും അതുപോലെ തന്നെ ഇടപ്പടി പഴനിസ്വാമിയെയും നേരിടാനുള്ള സ്റ്റാൻലിൻ്റെ തന്ത്രമല്ലേ? ഈ ഒരു വിഷയത്തെ സാർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? കോൺഗ്രസ് മുക്ത ഭാരതത്തിന് വേണ്ടി BJP ശ്രമിക്കുകയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതിന്റെ ശ്രമങ്ങളെല്ലാം കൃത്യമായിട്ട് നടക്കുന്നുമുണ്ട്. അതിന്റെ ഓപ്പറേഷൻസ് എല്ലാം നടക്കുന്നുണ്ട്. ഇനിയും വളരെ അപൂർവ സംസ്ഥാനങ്ങൾ മാത്രമേ ഉള്ളൂ. വിരലിലെണ്ണാവുന്ന സംസ്ഥാനങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ബാക്കിയെല്ലാം BJPയുടെ, പ്രത്യേകിച്ച് വലിയ സംസ്ഥാനങ്ങളെല്ലാം BJPയുടെ ഭരണത്തിലായി കഴിഞ്ഞു. ഇപ്പോൾ അവർക്ക് ഇനിയും അവർ നോട്ടമിടുന്നത്, നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു, അത് നോട്ടമിടുന്നത് സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ്. സൗത്ത് ഇന്ത്യയിലേക്കാണ് അവരുടെ അടുത്ത നോട്ടമെന്ന് കഴിഞ്ഞ വർഷം തന്നെ അവരുടെ നേതാക്കന്മാരൊക്കെ ചില സൂചന നൽകിയിരുന്നു. അതിൽ തന്നെ കേരളം, തമിഴ്നാട്, കർണാടക ഒരിക്കലും അവർ ഭരിച്ചതാണെങ്കിൽ ഇപ്പൊ കയ്യിൽ നിന്ന് പോയി. അതേപോലെ തന്നെയാണ് തെലങ്കാന. അങ്ങനെയൊക്കെയുള്ള സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളെയാണ് BJP അടുത്ത ഉന്നമിടുന്നതെന്ന് നേരത്തെ പ്രസ്താവനകളും വാർത്തകളും വരികയുണ്ടായി. സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഫസ്റ്റ് പ്രയോറിറ്റി BJP കൊടുത്തിരുന്നത് തമിഴ്നാടിനാണ്. കാരണം തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം അത് ഒരുപാട് വ്യവസായ പുരോഗതി മറ്റു കാര്യങ്ങളിലും ഒക്കെ വളരെ മുൻനിൽക്കുന്ന സംസ്ഥാനമാണ്. വളരെ ശ്രീലങ്കയുമായിട്ടുള്ള സാമീപ്യം കൊണ്ട് വളരെ സ്ട്രാറ്റജിക്കാണ്, വളരെ തന്ത്രപ്രധാനമായ സ്ഥലമാണ്. പിന്നെ ഒരുപാട് ബിസിനസ്, സ്ഥല സൗകര്യങ്ങളും മറ്റടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ ഒരുപാട് കഴിവുകളും ഒക്കെ ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ അതിനുള്ള അവസരങ്ങൾ ഉള്ളതുകൊണ്ട് തമിഴ്നാടിനെ അത്തരത്തില് അവരുടെ ഒരു വലിയ പോക്കറ്റാക്കി മാറ്റാമെന്നൊരു വിശ്വാസവും അതിന്റെ അടിസ്ഥാനത്തിൽ തമിഴ്നാട്ടിനെയാണ് അവർ രണ്ടാമതായിട്ട് സൗത്ത് ഇന്ത്യയിൽ ഇപ്പൊ ലക്ഷ്യമിടുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് അമിത്ഷായാണ് ഇത്തരം പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കുന്നത്. ഈ തന്ത്രങ്ങളുടെ ആശാൻ അമിത്ഷായാണല്ലോ. അദ്ദേഹമാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ആരെയൊക്കെ എന്തെല്ലാം എവിടൊക്കെ ഏത് സമയത്ത് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ കൃത്യമായ ആലോചനകളും നടപടികളും എടുക്കുന്നത്. അമിത്ഷാ ഒരു കാര്യം തീരുമാനിച്ചാൽ തീരുമാനിച്ചത് തന്നെയാണ്. നമ്മുടെ പഴയ മമ്മൂട്ടിയുടെ സിനിമയ്ക്കകത്ത് പറഞ്ഞതുപോലെ, മമ്മൂട്ടിയുടെ ഒരു സിനിമയിൽ പറയുന്നല്ലോ, പൊള്ളാച്ചി രാജാ ഒരു കാര്യം തീരുമാനിച്ചാൽ തീരുമാനിച്ചതാണ്. അതെല്ലാവർക്കും അറിയാം. അത് എതിരാളികൾ പോലും സമ്മതിക്കുന്നതാണ്. അദ്ദേഹം മുൻകൈ എടുത്തൊരു കാര്യത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് കൊണ്ടേ പോവുകയുള്ളൂ. അതാണ് അമിത്ഷായുടെ ഒരു ബുദ്ധി. അദ്ദേഹത്തിന്റെ തന്ത്രവും അതൊക്കെ തന്നെയാണ്. അപ്പൊ അങ്ങനെ വന്നപ്പോഴ് തമിഴ്നാട്ടിലും അടുത്ത 2026 അസംബ്ലി തെരഞ്ഞെടുപ്പ് വരികയാണ്. അതിന്റെ കളം എല്ലാം കൃത്യമായിട്ട് അമിത്ഷാ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ അണ്ണാമലൈ എന്നൊരു നേതാവായിരുന്നു, ഒരു IPS ഉദ്യോഗസ്ഥനായിരുന്നു BJPയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ട് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് തമിഴ്നാടിനെ ഇളക്കി മറിച്ചു. അവർക്ക് വലിയ ബേസ് ഒന്നും ഉള്ള സ്ഥലമായിരുന്നില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തന മികവ് തമിഴ്നാട്ടിനെ BJPക്ക് നല്ലൊരു ബേസ് അവിടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതിന് സംശയമില്ലാത്ത കാര്യമാണ്. ഈ പാർലമെന്റ് ഇലക്ഷനിൽ പോലും ഈ പറഞ്ഞതുപോലെ ചെറിയ ചെറിയ മാർജിനാണ്, ത്രികോണ മത്സരം വന്നതുകൊണ്ട് ചെറിയ മാർജിനാണ് അണ്ണാമലൈ അടക്കമുള്ള സ്ഥാനാർത്ഥികൾ അവിടെ പരാജയപ്പെടുകയും ചെയ്തത്. എങ്കിലും നല്ലൊരു കളം ഒരുക്കിയെടുക്കാൻ അണ്ണാമലയെ കൊണ്ട് കഴിയും. പക്ഷേ അമിത്ഷായ്ക്ക് ഒരു കാര്യത്തിൽ നല്ലൊരു തിരിച്ചറിവ് വന്നു. ഒരാളെ കൊണ്ട് മാത്രം പറ്റുകയില്ല. ഒരു ദ്രാവിഡ കക്ഷികളിൽ ഏതെങ്കിലും ഒന്നിനെ കൈ കിട്ടിയെങ്കിലേ പറ്റുകയുള്ളൂ. അപ്പൊ അങ്ങനെ നോക്കിയപ്പോഴാണ് DMKയുടെ വിരുദ്ധ ചിരി നിൽക്കുന്ന AIDMK അത് തന്നെ രണ്ടായിട്ട് തിരിഞ്ഞു നിൽക്കുകയാണ്. ആ രണ്ടായിട്ട് നിൽക്കുന്നതിന്റെ EPS വിഭാഗമെന്നും OPS വിഭാഗം എന്നാണ് പറയുന്നത്. എടപ്പാടി പളനിസ്വാമിയുടെ ഒരു ഗ്രൂപ്പും പനീർസെൽവത്തിന്റെ നേതൃത്വമുള്ള മറ്റൊരു ഗ്രൂപ്പും. രണ്ടുപേരും തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിമാരായിരുന്നു, നല്ല സ്വാധീനമുള്ളവരാണ്. പക്ഷെ ആ സ്വാധീനം നമ്മള് ഗ്രാസ് റൂട്ട് ലെവലിൽ നോക്കുമ്പോൾ ഈ പനീർസെൽവത്തെക്കാട്ടിൽ കൂടുതൽ സ്വാധീനം എടപ്പാടി പളനിസ്വാമിക്കാണ് കുറച്ചുകൂടെ ഗ്രാമ ലെവലില്, പ്രത്യേകിച്ച് പാർട്ടിയുടെ അടിസ്ഥാന വോട്ടുകളിൽ സ്വാധീനിക്കാൻ കഴിയുന്നത് പളനിസ്വാമിക്കാരാണ്. അങ്ങനെ വന്നപ്പോഴാണ് പക്ഷേ ഇതിനകത്തൊരു പ്രശ്നം, ഈ എടപ്പാടി പളനിസ്വാമിക്ക് ഈ അണ്ണാമലയുമായിട്ട് ഭയങ്കര വിരോധമാണ്. അവരുടെ രാഷ്ട്രീയ ഗുരുക്കന്മാരെയും പാർട്ടിയുടെ സ്ഥാപക നേതാക്കന്മാരെയും ഒക്കെ അണ്ണാമല ശക്തമായിട്ട് ആക്രമിച്ചു കളഞ്ഞു. അക്കാര്യത്തിൽ അവർക്ക് വലിയ വിരോധമുണ്ട് അണ്ണാമലയുമാണ്. അങ്ങനെയാണ് ആ സഖ്യം തമിഴ്നാട്ടിൽ പൊളിഞ്ഞുപോയി.
അങ്ങനെ നിന്ന് വളരെ ഇവര് ത്രികോണ മത്സരം, ആ സാഹചര്യത്തിലാണ് പിന്നെ തമിഴ്നാട്ടിൽ ത്രികോണ മത്സരം വരുന്നത്. ആ ത്രികോണ മത്സരത്തിനകത്തില് DMK ക്യാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതങ്ങനെയാണ് തമിഴ്നാട്ടിൽ എപ്പോഴും അങ്ങനെയാണ്, ക്ലീൻ സ്വീപ്പാണ്. ഒന്നുകിൽ ആരെങ്കിലും അങ്ങ് തൂത്തുവാരിക്കൊണ്ട് പോകും, അതാണ് അവിടുത്തെ അവസ്ഥ. അല്ലെങ്കിൽ ഈ പറയുന്ന സമ്പൂർണ്ണ പരാജയമോ സമ്പൂർണ്ണ വിജയമോ, ഈ രണ്ട് ഘടകങ്ങളെ തമിഴ്നാട്ടിലുള്ളൂ. അപ്പോഴാണ് ഈ എടപ്പാടിയുടെ സ്വാധീനം മനസ്സിലാക്കിയിട്ടാണ് വളരെ ബുദ്ധിമാനായ അമിത്ഷാ എന്ത് ചെയ്തു, എടപ്പാടിയെ നേരെ ഡൽഹിക്ക് വിളിപ്പിച്ചു. ഡൽഹിക്ക് വിളിപ്പിച്ചിട്ട് ഒരു കോംപ്രമൈസ് ഒക്കെ ഉണ്ടാക്കി. അപ്പൊ എടപ്പാടി അന്ന് മുന്നോട്ട് വെച്ച ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്, അണ്ണാമലയെ തൽക്കാലം മാറ്റി നിർത്തണം, തമിഴ്നാട് പൊളിറ്റിക്സിനകത്ത് നിന്ന് തൽക്കാലം മാറ്റി നിർത്തണം എന്നുള്ളതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വളരെ പ്രിയപ്പെട്ടവനാണ് അണ്ണാമലൈ. വളരെ സ്വാധീനം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തിട്ടുള്ള നേതാവാണ്. എങ്കിൽ പോലും അവരുടെ തമിഴ്നാട് പിടിച്ചെടുക്കാനുള്ള തന്ത്രത്തിന്റെ ഭാഗമായിട്ട് അണ്ണാമലൈ ഇപ്പോഴേ കർട്ടന് പുറകിലേക്ക് മാറ്റി നിർത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് മാറ്റി നിർത്തി. ഇപ്പൊ കർട്ടന് പുറകിലാണ് അണ്ണാമലൈ. അദ്ദേഹത്തെ കേന്ദ്രമന്ത്രി പദവിയിലേക്ക് അടുത്ത ഷഫ്ലിങ്ങില് കേന്ദ്രമന്ത്രി ആക്കുമെന്നൊക്കെ ഉള്ള ചില സൂചനകളൊക്കെ വരുന്നുണ്ട്. എന്തായാലും തമിഴ്നാട്ടിൽ നിന്ന് അണ്ണാമലയെ മാറ്റും. പളനിസ്വാമിയുമായിട്ട് നല്ല ബന്ധവുമാക്കി എടുത്തിട്ടുണ്ട്. അത് ശരിക്കും സ്റ്റാലിനെ വിറപ്പിച്ച് കളഞ്ഞു. സ്റ്റാലിൻ ഭയന്നുപോയി ആ ഒരു കാര്യത്തിൽ. കാരണം BJPയും DMKയും കൂടെ ഒരു കൈ പുറത്തു കഴിഞ്ഞാൽ അത് സ്റ്റാലിന് വളരെ ദോഷമുണ്ടാക്കുന്ന ഒരു സഖ്യമാണ്. അതിലൊക്കെ ഉപരിയാണ് വിജയിയുടെ പാർട്ടി വരുന്നത്. തമിഴ്നാട്ടിൽ പറഞ്ഞ സിനിമാ രാഷ്ട്രീയമാണ്. MG രാമചന്ദ്രന്റെയും ജയലളിതയുടെയും പാരമ്പര്യം പിന്തുടർന്നു വരുന്ന ആളുകളാണ്. വിജയ് വളരെയേറെ സ്വാധീനമുള്ള സിനിമാ നടനാണ് വിജയ്. അദ്ദേഹത്തിന് പുതിയ പാർട്ടി രൂപീകരിച്ച് നമ്മൾ കണ്ടില്ലേ. കഴിഞ്ഞ പല അദ്ദേഹത്തിന്റെ യോഗങ്ങളിലൊക്കെ വൻ ജനാവലിയാണ്, ചെറുപ്പക്കാരടക്കം വൻ ജനാവലിയാണ് അതിനകത്ത് വന്ന് തടിച്ചു കൂടുന്നത്. ഇത് മൂന്നും കൂടെ ആയി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് സ്റ്റാലിൻ ശരിക്കും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുകയാണ്. ഇതിന്റെ പരിഹാര മാർഗങ്ങളാണ് ഇപ്പം സ്റ്റാലിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്റ്റാലിൻ ഇങ്ങനെ വെല്ലുവിളികളൊക്കെ നടത്തുന്നുണ്ട്. അമിത്ഷായൊക്കെ കയറി വെല്ലുവിളിച്ചു കളഞ്ഞു. അമിത്ഷായെ വെല്ലുവിളിച്ച് ഒരു ഷടിച്ചാടി തന്നെ ഒന്നും ചെയ്യാനൊക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പണ്ട് സിനിമയ്ക്കകത്ത് ഈ കീരേരി അച്ചു എന്നൊരു കഥാപാത്രം കാണിക്കുന്നത് പോലെയുള്ള ചില വെല്ലുവിളികളൊക്കെ കയറി നടത്തുന്നുണ്ട്. അത് അദ്ദേഹത്തിന്റെ ധൈര്യക്കുറവ്, ഭയത്തിൽ നിന്നും ഉണ്ടാകുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് സ്റ്റാലിൻ ചെയ്യുന്നത് നമ്മൾ കാണുന്നില്ലേ. രാജ്യസഭയിലേക്ക് അന്നേ വരെ യാതൊരു തരത്തിലുള്ള സഖ്യങ്ങളിലും കാര്യങ്ങളിലോ പരിഗണനയിലോ ഇല്ലാതിരുന്ന കമലഹാസനെ രാജ്യസഭാ മെമ്പറാക്കി. എന്തടിസ്ഥാനത്തിലാണ്? പ്രത്യേകിച്ചൊന്നുമില്ല. ഒരു സിനിമാ സ്റ്റാർ അടുത്ത തെരഞ്ഞെടുപ്പിന് തന്നെ കൊണ്ടോ അല്ലെ തന്റെ മകനെ കൊണ്ടോ ആ കഴിവ് ഒറ്റയ്ക്ക് സാധിക്കുകയെന്ന് മനസ്സിലായി. ഒരു സ്റ്റാർ ക്യാമ്പയിനർ വേണം. അതിന് നോക്കിയപ്പോൾ തമിഴ്നാട്ടിൽ അപ്പോഴാണ് ഈ പറഞ്ഞതുപോലെ നമ്മള് സടകൊഴിഞ്ഞ സിംഹമാണെങ്കിലും പോട്ട് ഒരു സിനിമാക്കാരൻ എന്നുള്ള പട്ടി കമലഹാസനെ പോയി എടുത്തുകൊണ്ട് വന്ന് അദ്ദേഹത്തിന് സീറ്റ് കൊടുത്തു. അടുത്ത ഒരു വിട്ടുവീഴ്ച ഇന്നലെ തയ്യാറായിരിക്കുന്നു. അത് മധുരയിൽ നടന്നു. മധുര എന്ന് പറയുന്നത് തമിഴ്നാടിന്റെ സെക്കൻഡ് പട്ടണമാണ്. ചെന്നൈ കഴിഞ്ഞാൽ പിന്നെ നഗരമാണല്ലോ മധുര എന്നൊക്കെ പറയുന്ന അവരുടെ മധുര നഗരം. ആ മധുരയിലെ ഒരു ശരിക്കും രാജാവ് തന്നെയാണ് അദ്ദേഹത്തിന്റെ സഹോദരനായ അഴഗിരി. അണ്ണാഗിരിയുടെ കരുണാനിധിയുടെ മക്കളാണല്ലോ ഇവര്. ഈ പറഞ്ഞതുപോലെ 2-3 ഭാര്യമാരിലുള്ള മക്കളാണ് ഇവരെല്ലാം. അപ്പൊ അഴഗിരിയും അതുപോലെ തന്നെയാണ്. അഴഗിരിയും കേന്ദ്രമന്ത്രിയായിട്ട് രാസവള വകുപ്പിലൊക്കെ മന്ത്രിയായിട്ടിരുന്ന ആളാണ്. പ്രശ്നം എന്ന് പറയുന്നത് തമിഴിലാണ് തമിഴിലേ സംസാരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പാർലമെന്റിലൊക്കെ അദ്ദേഹം കുറച്ച് ഒരുപാട് പരിമിതി ഉണ്ടായിരുന്നു. പക്ഷെ നല്ല മന്ത്രിയായിരുന്നു എന്നാണ് പറയുന്നത്. പിന്നെ എന്തൊക്കെയോ ആരോപണങ്ങളും വന്നു. എന്തായാലും രാജിവെക്കാനായിട്ട് UPA മന്ത്രിസഭയുടെ പിന്തുണ പിൻവലിക്കുന്ന സമയത്ത് രാജിവെക്കാനായിട്ട് പറഞ്ഞു. അഴഗിരി അതിന് തയ്യാറാകാനെ തുടർന്ന് അച്ഛനായ കരുണാനിധിയാണ് അഴഗിരിയെ ഇതിന്ന് പുറത്താക്കി, സ്വന്തം പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. എങ്കിലും അദ്ദേഹം മധുരയിൽ ഇപ്പോഴും രാജാവ് തന്നെയാണ്. അദ്ദേഹത്തിന് നല്ല ബേസ് ഉണ്ടായിരുന്നു. പിന്നെ ഈ സ്റ്റാലിനും അഴഗിരിയും തമ്മിൽ കണ്ടിരുന്നില്ല. ഏതാണ്ട് ഒരു 10 വർഷമോ 11 വർഷമാണ് ജ്യേഷ്ഠനും അനിയനും പിന്നെ കണ്ടിരുന്നേയില്ല. അങ്ങനെയായിരുന്നു അവരുടെ രാഷ്ട്രീയം പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ അഴഗിരി അദ്ദേഹത്തിന്റെ നിലപാടുകളും കാര്യങ്ങളുമായിട്ട് മധുരയിൽ ഉണ്ടായിരുന്നു. അപ്പൊ മധുരയുടെ ബലം അറിയാം. മധുരയ്ക്കും അതിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിലെ അഴഗിരിയുടെ ബലം അറിയാവുന്നത് കൊണ്ട് സ്റ്റാലിൻ എന്ത് ചെയ്തു, ഈ കമലഹാസനെ പിടിച്ചെന്ന് പറഞ്ഞതുപോലെ, കമലഹാസനെ തന്റെ കൂട്ടിലേക്ക് കൂട്ടിയെന്ന് പറഞ്ഞതുപോലെ തന്നെ ഇന്നലെ ചെന്ന് സഹോദരനുമായിട്ട് കോംപ്രമൈസ് ആയിക്കൊണ്ട് രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിക്കുകയും ഷാൾ അണിയിക്കുകയും വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അതും ഇതിന്റെ ഒരു ഭാഗമാണ്, അദ്ദേഹത്തിന്റെ ഭയത്തിന്റെ ഭാഗമാണ്. മൂന്നാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത് നമുക്ക് സംശയിക്കേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യം വരുന്നുണ്ട്.
ഇവരുടെ സഹോദരിയാണ് കനിമൊഴി. കനിമൊഴി പിന്നെ തൂത്തുക്കുടി MP ആയ കനിമൊഴി ഇവരുടെ സഹോദരിയാണ്. പക്ഷെ അവരൊക്കെ പ്രധാനമന്ത്രി വെച്ച് നീട്ടിയല്ലോ. ഈ ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാനായിട്ട് വിദേശത്തേക്ക് പോകുന്ന സംഘത്തിൽ കനിമൊഴിയുടെ പേര് വന്നപ്പോഴ് പെട്ടെന്ന് കനിമൊഴി ആരോടും ചോദിക്കാത്ത മട്ടിൽ കനിമൊഴി അതിനങ്ങ് സമ്മതം മൂളുക ചെയ്തത്. സ്റ്റാലിൻ അത് എതിർപ്പ് പറഞ്ഞുമില്ല, പറഞ്ഞതായിട്ടൊന്നും നമ്മൾ അറിഞ്ഞുമില്ല. എന്തായാലും കനിമൊഴി ശശി തരൂരിനടക്കമുള്ള സംഘത്തോടൊക്കെ തന്നെ വേറൊരു രാജ്യത്ത് അവർ സന്ദർശനം നടത്തുകയാണ്. അപ്പൊ തിരിച്ചു വന്ന ശേഷം കനിമൊഴി ഇനി എന്തെല്ലാം അവരുടെ നിലപാടിൽ മാറ്റം വരുമോ? ഇപ്പൊ കോൺഗ്രസ്സുകാർ പറയുന്നത് പോലെ ശശി തരൂരിനെ BJP-യിലേക്ക് ഏതാണ്ടൊക്കെ ആക്കിയെടുത്തെന്നാണ് പറയുന്നത്. അദ്ദേഹത്തിനെ പിന്നെ ശരിക്കും BJP-ക്കാരനാക്കി തിരിച്ചു വന്നു കഴിഞ്ഞാൽ അദ്ദേഹം മന്ത്രിയാകും, അല്ലെങ്കിൽ അംബാസഡർ ആകും എന്നൊക്കെയുള്ള മട്ടിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എന്ന് പറഞ്ഞതുപോലെ കനിമൊഴിയെയും റാഞ്ചിക്കൊണ്ട് പോകുമോ എന്നൊരു ഭയം കൂടെ സ്റ്റാലിന് വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുമുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഗുരുതരമായ രാഷ്ട്രീയ സാഹചര്യങ്ങൾ നിൽക്കുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു ഇന്നലെ ഈ സ്റ്റാലിൻ അമിത്ഷായെ വെല്ലുവിളിച്ചുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. ഷായ ഒന്നും എന്നെ പേടിപ്പിക്കണ്ട എന്ന് പറഞ്ഞെങ്കിലും പിറ്റേന്ന് ഇടവഴി കൂടെ ഒക്കെ ഇറങ്ങി പലരെയും കയ്യിൽ നിന്ന് പോയ പലരെയും ഈ പറഞ്ഞതുപോലെയുള്ള പഴയ പല്ലും നഖവും ഒന്നും ഇല്ലാത്ത സിംഹങ്ങളെയൊക്കെ തപ്പി നടക്കുന്നതെന്നാണ് നമുക്ക് നിലവിൽ തമിഴ്നാട് രാഷ്ട്രീയം പരിശോധിച്ചാൽ മനസ്സിലാകുന്നത്.